ഖുർആനും സുന്നത്തും തെളിവും പ്രമാണവും എല്ലാം മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അവർ വിചാരിച്ചു ഈ ആയിരക്കണക്കിന് ആയത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ഹദീസിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെ ഒരു ഉത്തരത്തിലെത്തും, അതുകൊണ്ട് അതൊക്കെ നന്നായി 6, 7, 8 കൊല്ലം പഠിച്ച് തഹ്സീലായ ആൾക്കാരാണ് പിൻപറ്റിയാൽ മതി എന്ന് വിചാരിക്കുന്ന മനുഷ്യരുടെ വിലാപത്തെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഈ ആയത്തിന്റെ പരിഭാഷ വ്യത്യസ്തങ്ങളായ സംഘടനകളും സംവിധാനങ്ങളും ആശയധാരയിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ടാക്കിയ പരിഭാഷകൾ ഇവിടെ ഉണ്ട്. അതൊരു തവണ പോലും വായിച്ചിട്ടുണ്ടാവില്ല പലരും. ഇതേ ലൈനിൽ സഞ്ചരിക്കുന്ന പലരും അതൊരു തവണ പോലും പരിശോധിക്കാത്തവരായിരിക്കും. ഞാൻ സൂറത്തു അഹ്സാബ് നമ്പർ പറഞ്ഞത് എടുക്കാനും പരിശോധിക്കാനൊക്കെ വേണ്ടിയാണ്. സൂറത്തു അഹ്സാബിലെ 33-ാമത്തെ സൂറത്തിലെ 67, 68 വചനങ്ങളാണ്. വഖാലു, അവർ പറയും. പരലോകത്ത് കുറ്റവിചാരണയുടെ കൂട്ടിൽ നിന്ന് പരാജിതരായ ജനത പറയും, റബ്ബന ഇന്ന അതഅന സാദത്തന വ കുബറാഅന, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളിലെ പ്രധാനികളെയും ഒക്കെ ഞങ്ങൾ അനുസരിക്കുകയായിരുന്നു. ഫഅളല്ലൂന സബീല, അവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത്. അതുകൊണ്ട് റബ്ബന, പടച്ചോനെ, ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണം. വലഅനുഹും ലഅനൻ കബീറ, അവരെ നീ ശക്തമായി ശപിക്കുകയും വേണം. ഞങ്ങൾക്കോ പോയി, ഞങ്ങൾക്കൊരിക്കലും ഇനി പുറത്തു കിട്ടാത്തതും തിരിച്ചു കിട്ടാത്തതുമായ കുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തു. സമയം കഴിഞ്ഞുപോയ പരീക്ഷകൾക്ക് സാധ്യതയില്ലാത്ത വിശ്വാസ കാര്യങ്ങൾ, അനുഷ്ഠാന കാര്യങ്ങൾ, മരണത്തോടുകൂടെ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ്, ആ വ്യക്തിയുടെ കാര്യങ്ങൾ ക്ലോസ് ചെയ്യാണ്. മരണത്തിന്റെ ഗറഗറ ശബ്ദം വരെ, ഹത്തയുഗർഗിർ എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. ഹത്തയുഗർഗിർ, അവന്റെ ഇവിടുന്ന് ഇങ്ങനെ ആ ഗറഗറത്തിന്റെ ശബ്ദം, മരണവക്രത്തിലെ വെപ്രാളത്തിന്റെ നേരത്തെ ശ്വാസം നിലക്കുന്ന നേരത്തെ ആ ശബ്ദം, അതുവരെ ഒരു വ്യക്തിയുടെ തോപ് സ്വീകരിക്കും. അത് വന്നു തുടങ്ങിയ പിന്നെ സ്വീകരിക്കൂല. ഹത്താ തത്ലഉ ശംസു മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതുവരെ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതുവരെ സ്വീകരിക്കും. രാവും പകലൊന്നുമില്ല വ്യത്യാസം. നട തുറക്കുന്ന സമയം, അടക്കുന്ന സമയം, അങ്ങനെ ഒന്നുമില്ല. തെറ്റ് പകൽ ചെയ്തവന്റേത് പിന്നെ സ്വീകരിക്കാൻ രാത്രിയിലും, രാത്രി ചെയ്തവന്റേത് സ്വീകരിക്കാൻ പകലിലും. യബ്സുതു യദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇരുകരങ്ങളും നീട്ടി കാത്തിരിക്കുന്നു എന്നാണ്. അത്രയായിട്ടും സ്വീകരിക്കാത്ത മനുഷ്യർ അവസാനം പറയാണ്, അവരെ നീ ശപിക്കണം പടച്ചോനെ എന്ന്. മാത്രല്ല, രണ്ടാമത് ഈ പരിശോധനകൾ ഇല്ലാതെ പോകുന്നത്, അനുഷ്ഠിക്കപ്പെടുന്ന മതത്തിൽ ആചരിക്കപ്പെടുന്ന നിലപാടുകൾ, പിന്നെ കാര്യങ്ങളിൽ വിശ്വസിക്കപ്പെടുന്ന വിശ്വാസങ്ങളിൽ പലപ്പോഴും പരിശോധന ഇല്ലാതെ പോകുന്നത് വാപ്പിയും വാപ്പാന്റെ വാപ്പിയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ള നിലക്കാണ്. ഖുർആൻ അതിനെയും അഭിസംബോധന ചെയ്തിട്ടുണ്ട്. സൂറത്ത് ബഖറയുടെ 170 ഖുർആൻ പറയാണ്, മക്കയിലെ അവിശ്വാസി സമൂഹത്തിലെ ഒരു വലിയ ശതമാനം ആളുകൾ പ്രവാചകനെ സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് ഇറക്കിയതിനെ നിങ്ങൾ സ്വീകരിക്കൂ എന്ന് അവരോട് പറഞ്ഞാൽ, ഖാലു, അവർ പറയും, ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് സ്വീകരിച്ചു പോന്ന മാർഗം മതി ഞങ്ങൾക്ക്. വലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. എന്നിട്ട് ഖുർആൻ പറയാ, അവരെ പിതാക്കന്മാര് ഒന്നും ചിന്തിക്കാത്തവരും ബുദ്ധി പ്രയോഗിക്കാത്തവരാണെന്നുള്ളതൊന്നും അവർക്കൊരു വിഷയമല്ല. അവർക്കൊന്നും പഠിക്കാൻ നേരം കിട്ടിയിട്ടില്ല. അവർക്കൊന്നും ഇങ്ങനത്തെ ഉപദേശങ്ങൾക്ക് അവർ സാക്ഷികളായിട്ടില്ല. അവരിങ്ങനത്തെ ലേഖനങ്ങൾ വായിച്ചിട്ടില്ല. അവരിങ്ങനത്തെ പുസ്തകങ്ങൾ കേട്ടിട്ടില്ല. അവരിങ്ങനത്തെ പള്ളികളിൽ സാക്ഷിയായിട്ടില്ല എന്നതൊന്നും അവർ ചിന്തിക്കണേയില്ല. അവരെല്ലാറ്റിലുണ്ട് ഉത്തരവാദിത്തപ്പെടുത്തി രക്ഷപ്പെടാനാണ് അവരുടെ ശ്രമം. ഖുർആൻ പറയുന്നു തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത്, അവർ കഴിഞ്ഞുപോയ ഒരു ജനതയാണ്. അവർ ചെയ്തത് അവർക്ക് കിട്ടും, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കും കിട്ടും. ഒരാളും ഒരാളുടെ പാപഭാരവും ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്നും വിശുദ്ധ ഖുർആൻ ഭംഗിയായി മനുഷ്യന്റെ മുമ്പിൽ പറയാണ്. അവസാനം ഭൂമിയിൽ നിന്ന് മതരംഗത്തെ പഠനവും അന്വേഷണവും പൂർണ്ണമായും കൊട്ടിയടച്ച്, അത് നേതാക്കന്മാർ ചെയ്തോളും, അത് ഇമാമിയങ്ങൾ ചെയ്തോളും, അത് സംഘടന നോക്കിക്കോളും, അല്ലെ, അത് പിന്നെ ആ രീതിയിൽ പോയിക്കോളും, അയാൾ ഇത്രയും കാലം നമ്മളെ പഠിപ്പിച്ച ആളല്ലേ, ഇങ്ങനെയുള്ള കുറെ ന്യായങ്ങൾ പറഞ്ഞ് എല്ലാം കാക്കക്കാരണവന്മാരുടെ മാർഗത്തിലേക്ക് ചേർത്ത് കെട്ടി പറഞ്ഞവരുടെ ഒരു വാചകത്തെക്കുറിച്ച്, ഒരു വിലാപത്തെക്കുറിച്ച് ഖുർആൻ പറയാണ്. തകാദു തമയ്യസു മിനൽ ഗൈളി കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, നരകത്തിലേക്ക് ഓരോ സംഘത്തെയും ഇങ്ങനെ തള്ളി വിടുമ്പോൾ സഅലഹും ഖസനതുഹാ, അതിന്റെ കാവൽക്കാരായ മലക്കുകൾ, മാലിക്കാണ് അതിന്റെ കാവൽക്കാരൻ, കൂടെ 19 മലക്കുകളുണ്ട്. ആ മലക്കുകൾ അവരോട് ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ല മനുഷ്യരെ എന്നവരോട് ചോദിക്കും. അപ്പോഴോ അവരെന്താ പറയാ? അവിടെ വെച്ച് ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ല എന്ന് പറയില്ല. ഈ മുന്നറിയിപ്പുകാരെന്താണ്? ആധുനികനായ സലഫി പണ്ഡിതൻ ഷെയ്ഖ് സഅദി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അതിന് കൊടുത്ത വിശദീകരണം, നദീർ എന്ന് പറഞ്ഞ പ്രസംഗവും പ്രബോധനവും ക്ലാസും
പ്രവാചകനും വേദഗ്രന്ഥവും ഒന്നും മാത്രമൊന്നുമല്ല. ഒരു വ്യക്തിയെ പരലോകവും ഖബറും നരകവും സ്വർഗവും ഓർമ്മപ്പെടുത്തുന്ന എന്തും നദീറാണ്. നിങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത വ്യക്തി മരിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഇൻദാറാണ്. ഒരു ദിവസം ഈ വീട്ടുമുറ്റത്തും ഇതേപോലെ ജനം ഒരുമിച്ചു കൂടും. നിങ്ങളുടെ ഒരു സുഹൃത്തിന് രോഗമാണെന്നറിഞ്ഞാൽ ബയോപ്സി റിപ്പോർട്ട് വന്നു, ക്യാൻസർ ആണ്, അയാൾ ഫാറ്റ് ലിവർ ഹൈപ്പ് ഇതിലെത്തിയിട്ടുണ്ട്, ഇതെന്തറിഞ്ഞാലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഇൻദാറാണ്. നൂറുകണക്കിന് മനുഷ്യർ ഒന്നിച്ചൊരു രാവിൽ അവസാനിച്ചൊരു നാടും ഒരു ഗ്രാമവും തന്നെ ഇല്ലാതാകുന്ന വാർത്തകൾ ഇൻദാറാണ്. നിങ്ങളുടെ നാട്ടിലെ റോട്ടിലൂടെ കുതിച്ചോടുന്ന ആംബുലൻസുകൾ, സൈറൺ മുഴക്കിയോടുന്ന ആംബുലൻസുകൾ പോലും നിങ്ങൾക്കുള്ള ഇൻദാറാണ്, മുന്നറിയിപ്പാണ്, ഓർമ്മപ്പെടുത്തലാണ്, റിമൈൻഡറാണ്. അല്ലെ? ഷെയ്ഖ് സഅദി ഹഫിള് റഹിമഹുല്ല പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അവർ പറയാ, ഖാലു ബലാ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നു. ഫകദ്ദബനാ, ഞങ്ങൾ അവരെ കളവാക്കി. വഖുൽനാ, ഞങ്ങൾ അവരോട് പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ഷൈ, അള്ളാഹു നിങ്ങൾ മുഖാന്തിരം ഞങ്ങൾക്കൊന്നും ഇറക്കി തന്നിട്ടില്ല. നിങ്ങളടുത്തുനിന്ന് പഠിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല, നിങ്ങളടുത്തുനിന്ന് പഠിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് ഞങ്ങളടുത്ത് വന്ന മുന്നറിയിപ്പുകാരോട് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങളടുത്തുനിന്ന് പഠിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇന്നൻതും ഇല്ലാ ഫി ളലാലിൻ കബീർ, മാത്രല്ല നിങ്ങളൊക്കെ വഴിപഴച്ച ടീമാ, നിങ്ങളൊക്കെ വഴിപഴച്ച കക്ഷിയാണെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു എന്ന് നാളെ പരലോകത്ത് മലക്കുകൾ നരകത്തിലേക്ക് അവരെ തള്ളി വിടും മുമ്പ് ചോദിക്കുക, അല്ല മനുഷ്യന്മാരെ നിങ്ങൾക്കൊന്നും മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? അത് മലക്കുകൾക്ക് സംശയം ഉണ്ടായിട്ടോ പടച്ചോനെ സംശയം ഉണ്ടായിട്ടൊന്നുമല്ല. പടച്ചോൻ നൽകുന്ന ഓരോ ശിക്ഷയും അത്രയും ബോധ്യപ്പെടുത്തിയാണ് പടച്ചോൻ കൊടുക്കുക. വിചാരണ അത്രയും ബോധ്യപ്പെടുത്തിയാണ് കൊടുക്കുക. അല്ലെ? അവര് ഖുർആൻ സൂറത്തു സുൽസിലയിൽ എന്താ പറഞ്ഞത്? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ ഫഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ. നിസ്കാരത്തിൽ അങ്ങനെ ഓതുണ്ടാവും നമ്മള്. അത് ശരിയാവിധം പഠിച്ചാൽ നെഞ്ചിങ്ങനെ പിടക്കും. അല്ലെ? യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അന്ന് വാർത്ത വായിക്കും. ഭൂമി അന്ന് വാർത്ത വായിക്കും. എന്താ വാർത്ത വായിക്കുക? ഇയാൾ ഇന്ന സ്ഥലത്ത് ചെയ്താണ് ഈ തെറ്റ് ചെയ്തത്, എന്റെ ഇന്ന ഭൂമിയിലെ ഇന്ന ഇഞ്ചിലെ ഇന്ന വാർഡിലെ ഇന്ന പ്രദേശത്തെ ഇന്ന സ്ഥലത്ത് നിന്നാണ് ഈ തെറ്റ് ചെയ്തത്. കൈകാലുകൾ സംസാരിക്കും, അയാൾക്കൊന്നും പറയല്ല. പടച്ചോന്റെ വിചാരണ അത്ര കൃത്യമാണ്. ഓരോന്നും കാണിച്ചു കൊടുക്കും, എല്ലാം അവന്റെ മുമ്പിൽ സാക്ഷിയാക്കി കൊടുക്കും പടച്ചോൻ. എന്നിട്ട് ആ വിചാരണ നടക്കുന്നതാണ്. ആ സന്ദർഭത്തിൽ പറയാണ് എന്ത്? വഖാലു, അവർ പറയും, ലൗ കുന്നാ നസ്മഉ, നമ്മൾ കേട്ടിരുന്നെങ്കിൽ. കേൾക്കണ്ടെന്ന് തീരുമാനിച്ചാണ്. അങ്ങാടിയിൽ വാഴുന്നുണ്ടെങ്കിൽ അന്ന് നേരത്തെ കട പൂട്ടി പോകും. വല്ലവരും വല്ലതും പറയുമെന്ന് വിചാരിച്ച് അവനെ വഴിമാറി നടക്കും. അല്ലെ? അങ്ങനെ ഉള്ള മനുഷ്യന്മാർ അവിടെ വെച്ച് പറയാണ്, ലൗ കുന്നാ നസ്മഉ, നമ്മൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിൽ, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബി സഈർ, നമ്മൾ ഒരിക്കലും ഈ അസ്ഹാബ് സഈറിൽ നരകത്തിന്റെ ആളുകളിൽ പെടില്ലായിരുന്നു. സഈർ എന്നുള്ളത് നരകത്തിന്റെ പേരാണ്. ജ്വലിച്ചു കത്തുന്ന ഈ നരകത്തിന്റെ ഭാഗമായി നാം മാറില്ലായിരുന്നു. നരകം എന്നത് ഒരു വ്യക്തി മരിക്കുന്നതോടുകൂടെ അയാൾക്ക് വരികയാണ്. ഒരാൾ നരകത്തിൽ പോകേണ്ട ആളാണെങ്കിൽ നരകത്തിന്റെ കാഴ്ചകൾ കണ്ട അയാൾ അങ്ങനെ കിടക്കുകയാണ്. ഒരാൾ സ്വർഗത്തിൽ പോകേണ്ടതാണെങ്കിൽ സ്വർഗത്തിന്റെ കാഴ്ചകൾ കണ്ടങ്ങനെ കിടക്കുകയാണ്. ഒരു ചെറിയ നിമിഷത്തിൽ പോലും വിശ്വാസിക്ക്, ഒരു മനുഷ്യന് സംശയിക്കേണ്ടാത്ത വിധം പടച്ചോൻ ഇതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ഇസ്ലാം കാര്യം 5 ആണെന്നും ഈമാൻ കാര്യം 6 ആണെന്നും പാട്ടുപാടി പഠിച്ചതുകൊണ്ടും ഒരാളും വിശ്വസിക്കേണ്ട ഔദാര്യമല്ല ഇസ്ലാം നരകത്തിന്റെ കാര്യത്തിലും സ്വർഗത്തിന്റെ കാര്യത്തിലും പഠിപ്പിക്കുന്നത്. വ്യത്യസ്ത തലത്തിലുള്ള ബുദ്ധിയും ശേഷിയുമുള്ള മനുഷ്യരെ ആ അർത്ഥത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെ? ചെടി മുളക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുന്ന കർഷകനോട്, ജീവിക്കുന്ന മനുഷ്യനോട് ആ നിലവാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. സയന്റിസ്റ്റിനോടും ഗവേഷകനോടും ആ നിലവാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ, അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദാ അലം യകുൻ തുഫതൻ മിൻ മനിയ്യിൻ യുംന ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى. അല്ലേ? അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദാ അലം യകുൻ തുഫതൻ മിൻ മനിയ്യിൻ യുംന. വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്, നിങ്ങൾ കേവലം ബീജബിന്ദുവായിരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന 20 മുതൽ 40 കോടി വരെയുള്ള ബീജബിന്ദുക്കളിൽ ഒന്ന് മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്ന അണ്ഡവാഹിനി കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അങ്ങനെ യാത്ര തുടർന്ന് ഗർഭപാത്രത്തിന്റെ ഫിളുമാത്തിൻ സലാസ് 3 ഇരുട്ടറകൾ അതിജീവിച്ച് മനുഷ്യ കുഞ്ഞായി നിന്നെ ജനിപ്പിച്ച റബ്ബിന്, ആ റബ്ബിന് അലൈസ ദാലിക ബിഖാദിരിൻ അയുഹിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അസാധ്യമാണോ എന്ന ഖുർആന്റെ ചോദ്യം. അത്രയുണ്ടാക്കിയ റബ്ബിന് ഇതൊന്നും അസാധ്യമായ കാര്യമല്ല എന്നാണ് ഖുർആന്റെ പ്രയോഗം. അപ്പോ ആ പരലോകത്തെ മനുഷ്യരുടെ നിലവിളികളെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതൊക്കെ.
നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഞാനിവിടെ ഒരു ഉദാഹരണം കൊണ്ടുവരികയാണ്. നമ്മൾ എന്താ പറഞ്ഞത്? മനുഷ്യന്മാരെങ്ങനെ നാട്ടുനടപ്പനുസരിച്ച് കാക്കക്കാരണവന്മാരുടെ രീതി അനുസരിച്ച് പിതാക്കന്മാരുടെ മാർഗം അനുസരിച്ച് അങ്ങനെ പോവുകയാണെന്ന് പറയുമ്പോ ചിലപ്പോ അത് നമ്മളുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ അവസരം കിട്ടൂല, അല്ലെ? ചിലപ്പോ അവസരം കിട്ടൂല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ റജബ് മാസത്തേക്ക് കടന്നു. റജബ് മാസത്തിന്റെ കാര്യത്തിൽ എത്ര പതിനായിരക്കണക്കിന് ആളുകൾ കണ്ട യൂട്യൂബ് സ്പീച്ചുകളിൽ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വിഷയം തെരഞ്ഞെടുത്തത്. റജബ് മാസത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? അതിൽ ഖുറാനിൽ റജബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ റജബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതിലെ മഹത്വങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് എത്ര ആളുകളാണ് നിലപാടെടുക്കല്? അവർ നിലപാടെടുക്കാതിരിക്കുമ്പോ എന്താ അവരുടെ ഉള്ളിലുള്ള ചിന്ത? അത് വാപ്പാന്റെ വാപ്പിയൊക്കെ അങ്ങനെ റജബ് 27 പ്രത്യേക സംഭവം ഉണ്ടായിരുന്നു, മധുരം ഉണ്ടാക്കി കഴിച്ചിരുന്നു, അതിന്റെ പകല് നോമ്പെടുത്തിരുന്നു, അല്ലെ? ഇങ്ങനത്തെ ഒരു നിലപാടായിരിക്കും ഉണ്ടാകുക. എന്നാൽ ഖുറാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണയാണ്. അത് പടച്ചോ നിശ്ചയിച്ചതാണ് 12, വേറെ ആരും ഉണ്ടാക്കിയതൊന്നല്ല കേട്ടോ. ഇനി മിൻഹ അർബഅത്തുൻ ഹുറൂം, അതിൽ 4 എണ്ണത്തിന് മഹത്വമുണ്ട്. ഏതാണ് ആ 4 എണ്ണം? അത് ഖുറാനിലില്ല. ഇന്ന സമാന ഇസ്തദാറക ഹൈഅതിഹി വമാ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അസനത്തു 12 ശഹ്റൻ, മാസം 12 ആണ്. മിൻഹ അർബഅത്തുൻ ഹുറൂം, 4 എണ്ണത്തിന് മഹത്വമുണ്ട്. സലാസത്തുൻ മുതവാലിയാത്ത്, 3 എണ്ണം തുടർച്ചയായിട്ട് വരുന്നതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം ഒന്നിച്ചു വരും. പിന്നെ റജബ് മുളർ ഗോത്രം മഹത്തരമായി കൽപ്പിച്ചിരുന്ന റജബ് മാസം, അല്ലദീ ബൈന ജുമാദ് വ ശഅബാൻ, ജുമാദുൽ അവ്വലിന്റെയും ശഅബാന്റെയും ഇടക്കുള്ള ആ പിന്നെ റജബ് മാസം. ഇങ്ങനെയാണ് 4 എണ്ണം മഹത്വമുള്ളത്. പിന്നെ റമദാൻ മാസത്തിന് പ്രത്യേക മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ മറ്റെല്ലാ മാസങ്ങൾക്കും തുല്യ സ്ഥാനാണുള്ളത്. ഈ മാസങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനമോ, ഈ മാസങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനം, ഇതിന് മഹത്വം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടേതായ നിലക്ക് അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ഇതിൽ ഉണ്ടാക്കാൻ പറ്റൂല. ഇതിന് മഹത്വമുണ്ടെന്ന് പറഞ്ഞ ഖുർആൻ, ഇതിന് മഹത്വമുണ്ടെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പ്രാധാന്യം കൽപ്പിച്ചത്, എന്താണോ നിശ്ചയിച്ചത്, എങ്ങനെയാണോ ആചരിക്കാൻ പറഞ്ഞത്, അങ്ങനെ ആചരിക്കുകയാണ് വേണ്ടത്. അതല്ലാത്ത രീതിയിൽ മാസങ്ങളുടെ കാര്യത്തിലെ ഇടപെടലുകളെ ഖുർആൻ ശക്തമായി ശകാരിച്ചിട്ടുണ്ട്. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ, നസീ എന്നത് കുഫറിലെ അധികം വരുന്ന ഒന്നാണ്. യുദല്ലു ബിഹില്ലദീന കഫറൂ, ആ മാസങ്ങളിൽ നസീ എന്ന് പറഞ്ഞാൽ അതാണ്, മാസങ്ങളിൽ മഹത്വം കൽപ്പിക്കാത്തതിന് മഹത്വം കൽപ്പിക്കലും അതോടൊപ്പം തന്നെ മാസങ്ങളുടെ കാര്യങ്ങളും സംഗതികളും അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് പരിവർത്തിപ്പിക്കലും, അതാണ് നസീ. ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന രീതിയാണ്. എന്താണ് ജാഹിലിയത്തിലെ രീതി? ഹജ്ജ് മാസം ചിലപ്പോ നല്ല ചൂടുള്ള കാലത്ത് വരും. അപ്പൊ അവരെന്ത് ചെയ്യും? ചൂടുള്ള കാലത്ത് ഹജ്ജ് അനുഷ്ഠിക്കുന്ന പ്രശ്നവും, ഹജ്ജ് അവർക്ക് കേവലം ഒരു അനുഷ്ഠാനം മാത്രമായിരുന്നില്ല, കച്ചവടം കൂടിയായിരുന്നു. അപ്പോ ആളുകളുടെ വരവിന്റെ എണ്ണം കുറയുന്നു വിചാരിച്ചിട്ട് ചന്ദ്രമാസ നിർണയത്തിൽ അവർ ഇടപെടലുകൾ നടത്തും. ചന്ദ്രമാസം എങ്ങനെയാണ് നിർണയിക്കേണ്ടത്? മാസം പുലരുന്നതിനനുസരിച്ച്, ഉദയത്തിനും അസ്തമയത്തിനും അനുസരിച്ച് കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണമെന്ന വാദഗതി ശക്തമായി ഉയർത്തുന്നതും ഉന്നയിക്കുന്നതും ഇത്തരം തലങ്ങളിലേക്ക് കൂടി അത് പോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. നമ്മുടെ സൗകര്യവും നമ്മുടെ നേരവും കാലവും നോക്കി മാസങ്ങൾ നിർണയിക്കാൻ പറ്റില്ല. മാസം അതിന്റെ ഉദയത്തിനും അസ്തമയത്തിനും അനുസരിച്ച് നിശ്ചയിച്ചോളണം. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യും? 4 മാസങ്ങൾക്ക് മഹത്വമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ചിലപ്പോ ചൂടും കാലാവസ്ഥയൊക്കെ വരുന്നതിനനുസരിച്ച് ഈ മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും. ഈ പരിപാടിയെ ശക്തമായി ഖുർആൻ ശകാരിച്ചു. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ, നസീ എന്ന മാസത്തിലും ദിവസത്തിലും അതിന്റെ മഹത്വത്തിലും ഫളിലുമുള്ള മാറ്റത്തിരുത്തലുകൾ വരുത്തുന്ന പരിപാടി അത് കുഫറിന്റെ ഭാഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. അതുകൊണ്ട് റജബ് മാസത്തിൽ മഹത്വം കൊടുക്കണോ വേണ്ടയോ എന്നത് നമ്മൾ തീരുമാനിക്കേണ്ടതല്ല. ഖുർആനിലും സുന്നത്തിലും എന്തുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വേണ്ടത്. എന്നാൽ ഈ മഹത്തരമാക്കപ്പെട്ട മാസത്തിന്റെ പ്രത്യേകത എന്താ? അന്ന് യുദ്ധങ്ങൾ വിലക്കപ്പെട്ടു, യുദ്ധങ്ങൾ നിരാകരിച്ചു, യുദ്ധം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു. മനുഷ്യർക്കിടയിലെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിലനിർത്താനും അവർക്ക് അവരുടെ ജീവിതായോധനം നടത്താനും ഒക്കെയുള്ള ഖുർആനിന്റെ ഒരു ഇടപെടൽ കൂടിയാണിത്. യുദ്ധക്കൊതിയന്മാരായ മനുഷ്യർക്കിടയിൽ ശക്തമായ നിയമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഖുർആൻ വർഷത്തിലെ 3-4 മാസങ്ങളെ യുദ്ധമുക്തമാക്കി. ലോകത്ത് വേറെ ഏത് ദർശനം എങ്ങനെ? ചാർജ് ഷീറ്റ് മുഴുവൻ ഇസ്ലാമിനാണ്, അല്ലെ? അങ്ങ് ജർമ്മനിയിൽ ക്രിസ്ത്യൻ ആഘോഷങ്ങളിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റിയ വ്യക്തി, ആള് പേര് മുസ്ലിം ആയപ്പോ ഇവിടുത്തെ എയ്ത്തിസ്റ്റ്
നവനാസ്തിക സമൂഹങ്ങളും അതേപോലെ തന്നെ അതിതീവ്ര ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ക്രിസ്ത്യൻ ചേരികളൊക്കെ അത് ആ മുസ്ലിം വ്യക്തിക്ക് ഖുർആനിൽ നിന്നുള്ള അന്യമത വിരോധത്തിന്റെ ആഹ്വാനങ്ങളിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ചു. വിഷയം നമ്മൾ പഠിച്ച് അതിന്റെ അടുത്തേക്ക് അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത മിനിറ്റുകളിൽ മുസ്ലിം പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഒക്കെ എത്തിയപ്പോ അയാൾ അയാളുടെ എക്സിൽ രേഖപ്പെടുത്തിയത് അയാൾ എക്സ് മുസ്ലിം ആണെന്നാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണെന്നാണ് അയാൾ രേഖപ്പെടുത്തിയത്. അത് പറഞ്ഞു കഴിയുമ്പോ ഇത്തരം ആളുകൾക്ക് അതിൽ മറുപടി ഒന്നുമില്ല. മൗനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘടനാപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജുമാക്ക് ശേഷം ആ വിഷയം പോസ്റ്റ് ചെയ്യാൻ പോവാണ്. പറയട്ടെ, ഇവര് ഇവിടുത്തെ വിഭാഗീയ ചേരിയെ കത്തിക്കാൻ വേണ്ടി ഉന്നയിച്ചൊരു കാര്യമാണിത്, അല്ലെ? ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ടാകേണ്ട തിരിച്ചറിവാണിത്. ഈ മഹത്തരമായ മാസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള എന്താ? റജബിൽ നമുക്ക് ചെയ്യാനുള്ള എന്താ? അതാ ഖുർആൻ പറഞ്ഞത്. അതിലൊക്കെ ഉണ്ട് ഈ മഹത്തരമാക്കപ്പെട്ട മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്യരുത്. സ്വകാര്യ ജീവിതത്തിലെ തിന്മകൾ 100% അവസാനിപ്പിക്കുക. വ്യക്തികളെ ആക്രമിക്കുന്ന സ്വഭാവങ്ങൾ ഇല്ലാതിരിക്കുക. ഉള്ള ആരാധനകൾ കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യുക. അഡീഷണൽ ഫിറ്റിംഗ് ഉണ്ടാക്കണ ഒരാളും ഈ മാസത്തിൽ, പ്രത്യേകിച്ച് ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കലുണ്ടാവുമോ? നമ്മളെ പള്ളികളിൽ എത്ര ആള് സൊഫിൽ കൂടുന്നുണ്ട്? നമ്മളെ നാട്ടിൽ എത്ര അനാഥക്ക് പുതിയ അന്നം കിട്ടുന്നുണ്ട്? നമ്മുടെ നാട്ടിൽ എത്ര വിധവക്ക് സംരക്ഷണം ഒരുക്കപ്പെടുന്നുണ്ട്? ഇല്ല. ഫലാ തുളിമു ഫീഹിന്ന അൻഫുസകും. അതാണ് ഇവിടെ ഖുർആൻ ആവശ്യപ്പെട്ടത്. ഇനി മാത്രല്ല, ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഇന്നൽ വാജിബ ഫീ മിസ്ലി ഹാദിഹിൽ അശ്ഹുരി അൽ ഹുറും, മഹത്തരമാക്കപ്പെട്ട ഈ മാസങ്ങളിൽ ഉള്ളതെന്താണ്? കഗൈരിഹാ മിനൽ അശ്ഹുർ, മറ്റു മാസങ്ങളിലെ പോലെ തന്നെയാണ് വേണ്ടത്. തർക്കുൽ മുന്നഫ്സ്, സ്വന്തത്തോടുള്ള അതിക്രമം ഒഴിവാക്കുക. ബിതർക്കിൽ മുഹറമാത്ത്, ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ. വതജന്നുബുൽ മൻഹിയാത്ത്, നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ. വസ്തിദാദ് ഫീ ഫിഅലിൽ ഖൈറാത്ത്, നന്മകൾ വർദ്ധിപ്പിക്കുക. പഠിപ്പിക്കപ്പെട്ട നന്മയുണ്ട്, പഠിപ്പിക്കപ്പെട്ട ദിക്റുകളുണ്ട്, അതൊക്കെ വർദ്ധിപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒന്നും ഇല്ല. ഇത് ഞാൻ പറയണല്ല. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ റജബ് മാസത്തിലെ പ്രത്യേക ആഹ്വാനവും ആഘോഷമൊക്കെ പറയണവരുടെയും ശൈഖാണല്ലോ. ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ. ആ മാസത്തിൽ മൊത്തത്തിൽ നോമ്പ് നോൽക്കാനോ അതിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേക നോമ്പ് നോൽക്കാനോ ഉള്ള ഒരു നസ്സും വന്നിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസ, ഏതെങ്കിലും ഒരു പ്രത്യേക രാത്രിയിൽ പ്രത്യേക നിസ്കാരവും പഠിപ്പിച്ചിട്ടില്ല. ഇനി അതിൽ ഒരുപാട് ഹദീസ് കാണും, തലങ്ങും വലങ്ങും ഉദ്ധരിക്കും. 11ഉം 21ഉം അത്രയും ഹദീസ് വന്നിട്ടുണ്ട്. രണ്ടിനമാണ്, ഖിസ്മുൻ ലഈഫ് ഖിസ്മുൻ മൗളൂ. ഒന്ന് ലഈഫായ ഹദീസുകളാണ്. എന്താ ലഈഫായ ഹദീസ്? പ്രവാചകന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ഇങ്ങനെ പോകുമ്പോ എവിടേക്കോ ചില സനദൊക്കെ കാണുന്നുണ്ട്, പക്ഷേ പ്രവാചകരിൽ നിന്ന് ഉച്ചരിക്കപ്പെട്ടിട്ടില്ല. മൗലൂ എന്ന് പറഞ്ഞാലോ അതിന് സനദേ ഇല്ല. അതൊക്കെ പ്രസംഗിക്കണ ഒരു പ്രസംഗത്തിന് ഉഷാറ് കൂട്ടാൻ വേണ്ടി അടിച്ചു വിട്ടതാണ്, അല്ലെ? വളരെ കൃത്യമായിട്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ 21 ദുർബല ഹദീസുകളും 11 മൗലൂആയ ഹദീസുകളും അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസുകളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഹദീസ് മൗലൂ ആണ് കേട്ടോ, ഹദീസ് ലഈഫാണ്. ലം യസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ റമളാൻ ഇല്ലാ റജബ് വശഅബാൻ, റജബും ശഅബാനും മാത്രമേ നോറ്റിട്ടുള്ളൂ. ഹദീസ് ലഈഫാണ്. ഇങ്ങനെ ലഈഫായ ഹദീസുകൾ ധാരാളമുണ്ട്. അതൊന്നും ഒരു വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. 11 ദുർബല ഹദീസുകളും 21 മൗലൂആയ ഹദീസുകളും ഈ വിഷയത്തിലുണ്ട്. അത് അസ്ലാക്കിയ ഒരു വിശ്വാസിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അബൂബക്കർ തർത്തൂശി റഹിമഹുല്ല പറഞ്ഞു, എന്താണ് അദ്ദേഹത്തിന്റെ ബിദ്അത്തുകളെ കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, യുക്റഹു സൗമു റജബ് അലാ സലാസതി ഔജുഹ്, 3 കാരണങ്ങളാൽ റജബ് മാസത്തിലെ നോമ്പ് നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. അതിലെ തിങ്കൾ നോൽക്കുക, അതിലെ വ്യാഴം നോൽക്കുക ഒരു പ്രശ്നമല്ല. അത് നസ്സുൽ സ്ഥിരപ്പെട്ടതാണ്, അത് അനുഷ്ഠിക്കാൻ ഒരു കുഴപ്പമില്ല. അല്ലാതെ റജബ് എന്നുള്ള നിലക്കുള്ള പ്രത്യേക നോമ്പുകൾ ഇല്ല. ഒന്നെന്താ? ഇദാ ഖസ്സഹുൽ മുസ്ലിമൂന ബിസ്സൗമി മിൻ കുല്ലി ആമിൻ ഹസ്ബ മാ യഫഅലുഹുൽ അവാം, സാധാരണ ഇപ്പൊ ജനങ്ങളൊക്കെ ചെയ്യണത് പോലെ ചെയ്യുകയാണെങ്കിൽ, എല്ലാ വർഷവും ഒരു മാസം ഫുള്ള് നോറ്റ് പോവുകയാണെങ്കിൽ അത് എന്താണ് റമളാൻ മാസം പോലെ ഒരു നിർബന്ധ കാര്യമായിട്ട് പരിഗണിക്കണം. അങ്ങനെ പരിഗണിക്കാൻ പറ്റൂല. ഇനി അത് സുന്നത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണോ? അങ്ങനെ സ്ഥിരപ്പെട്ടതിന് തെളിവില്ല. ഇനി മൂന്നാമത്തെ തരം നോമ്പേതാ? പ്രത്യേകമായി
ഇപ്പോ പിന്നെ എന്താണ് അറഫ നോമ്പ് പോലത്തെ നോമ്പുകളാ, ആ നിലക്കും തെളിവുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, വകുല്ലു ഹദീസിൻ ഫീഹി ദിക്രി സൗമി റജബ് വസലാത്തി ബഅദ് ലയാൽ ഫീഹി ഫഹുവ കദിബ്. റമദാൻ മാസത്തിൽ റജബ് മാസത്തിലെ പ്രത്യേക നോമ്പിന്റെ നിസ്കാരത്തിന്റെ ഹദീസുകൾ മുഴുവൻ നുണയാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, അമ്മാ സ്വലാത്തുർ റഗായിബ് ഫല അസ്ല ലഹാ. ഈ മാസത്തിൽ സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ നിസ്കാരം നടക്കുന്നുണ്ട്, അതിന് അടിത്തറയില്ല. ബൽഹിയ മുഹ്ദസത്തുൻ, അത് പുതുനിർമ്മിതിയാണ്. ഫലാ തുസ്തഹബ്ബു ലാ ജമാഅത്തൻ വലാ ഫുറാദ, ഒറ്റക്കോ ജമാഅത്തായിട്ടോ അത് പിന്നെ മുസ്തഹബ് പോലുമല്ല. വഖദ് സബത ഫീ സ്വഹീഹി മുസ്ലിം അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യം എന്താണ്? നഹ അൻ തുഖസ്സ ലൈലത്തുൽ ജുമുഅത്തി ബിഖിയാമിൻ ഔ യൗമുൽ ജുമുഅത്തി ബിസിയാമിൻ. വെള്ളിയാഴ്ച ദിവസം പ്രത്യേക നോമ്പ് നോൽക്കലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ പ്രത്യേകം നിസ്കരിക്കലോ ഒക്കെ അത് തെറ്റാണെന്ന് തന്നെ പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു വാചകം എടുത്തു കൊടുത്തിട്ട് പറയാണ്, ഫഹുവ കദിബൻ മൗളുഉൻ ബിത്തിഫാഖിൽ ഉലമാ, അത് നുണയാണ്, അത് കളവാണ്. പണ്ഡിതന്മാർ പിന്നെ ഏകോപിച്ച വിഷയം പറഞ്ഞിട്ടുണ്ട്. വലം യുദ്കർ അഹദും മിനസ് സലഫി വൽ അഇമ്മത്തി അസ്ലൻ, ഒരു പ്രാമാണികനായ മുൻഗാമിയും അത് ഉദ്ധരിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറയാണ്. ഇമാം നവവിയെ കേൾക്കുക നമ്മൾ. ഇമാം നവവി അസ്വലാത്തുൽ മഅറൂഫ ബി സ്വലാത്തുർ റഗായിബ്, സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നമസ്കാരം, വഹി 12 റക്അ, അത് 12 റക്അത്താണ്. തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശാ, മഗ്രിബിനും ഇശാഇനും ഇടയിലാണ് അത് നിസ്കരിക്കപ്പെടുന്നത്. ലൈലത അവ്വൽ ജുമുഅത്തിൻ ഫി റജബ്, റജബ് മാസത്തിലെ ആദ്യ ജുമുഅ ദിനത്തിലാണ് അത് നിർവഹിക്കുക. വസലാത്തു ലൈലത്തി നിസ്ഫി ശഅബാൻ, ശഅബാൻ മാസത്തിലെ അത് പകുതി എത്തുമ്പോൾ ഒരു നോമ്പ്, മിഅത്തു റക്അ, അത് പിന്നെ വസലാത്തു ലൈലത്തി നിസ്ഫി ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ പകുതി എത്തുമ്പോൾ ശഅബാൻ 15ന്റെ അന്നത്തെ ഒരു 100 റക്അത്ത് നിസ്കാരമുണ്ട്. വഹാതാനി സ്വലാത്താനി, ഈ 2 നിസ്കാരങ്ങളും ബിദ്അതാനി, രണ്ടും പുതുനിർമ്മിതിയാണ്. മുൻകറാനി, അത് രണ്ടും പിന്നെ നിരാകരിക്കപ്പെട്ടതാണ്. ഖബീഹത്താനി, മ്ലേച്ഛമായ കാര്യമാണ്. വലാ യുഗ്തറ ബിദിക്രിഹിമാ ഫീ കിതാബി ഖൂത്തുൽ ഖുലൂബ്, ഖൂത്തുൽ ഖുലൂബ് എന്ന കിതാബിൽ അത് ഉണ്ട് എന്നതുകൊണ്ടും, വഹിയ ഉലൂമുദ്ദീൻ, ഇഹാ ഉലൂമുദ്ദീനിൽ അത് ഉണ്ട് എന്നതുകൊണ്ടും, വലാ ബി ഹദീസിൽ മദ്കൂരി ഫീഹിമാ, അതിൽ ചില ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നതുകൊണ്ടും, ഫഇന്ന കുല്ല ദാലിക ബാത്തിൽ, ഒക്കെ ബാത്തിലാണ്. ഹിയായിൽ അതുണ്ടല്ലോ, മലയാള പരിഭാഷ വായിച്ചിട്ട് ആൾക്കാർ പറയും അതൊന്നും അസ്ലാക്കാൻ പറ്റുകയില്ല. വലാ യുഗ്തറ ബി ബഅദി മൻ ഇസ്തബഹ അലൈഹി ഹുക്മുഹുമാ മിനൽ അഇമ്മത്തി ഫസന്നഫ വറഖാത്തിൻ ഫീ ഇസ്തിഹ്ബാബിഹിമാ ഫഇന്നഹു ഗാലിത്തുൻ ഫീ ദാലിക്. ചില കിതാബുകളിലൊക്കെ അത് കാണുന്നു. അങ്ങനെയുള്ള ചില കൺഫ്യൂഷനുകളിലേക്കും നമ്മൾ പോകേണ്ടതില്ല എന്ന് കൃത്യമായി അദ്ദേഹം ഈ വിഷയത്തെ വിശദീകരിച്ചത് കാണാൻ പറ്റും. അപ്പൊ ഈ നിസ്കാരങ്ങളൊക്കെ ഒരുപാട് റുക്കുവും സുജൂദും കിട്ടണല്ലേ, എന്നിട്ട് എന്താ പറ്റൂല എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത്? ഇസ്ലാമിൽ ഒരു ആരാധന ഉണ്ടാകണമെങ്കിൽ, ഒരു ഇബാദത്ത് ഉണ്ടാകണമെങ്കിൽ അതിന് പ്രാമാണികമായ അടിത്തറ വേണം എന്നത് തന്നെയാണ് സുഹൃത്തുക്കളെ അതിന്റെ കാരണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി പ്രത്യേകം ഉണർത്തുകയാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് വീണ്ടും പറയുന്നു, സലാത്തുർ റഗായിബ് ബിദ്അത്തുൻ ഖബീഹത്തുൻ, സലാത്തുർ റഗായിബ് എന്നത് അത് ബിദ്അത്താണ്, അത് ഏറ്റവും മോശമായ കാര്യമാണ്. മുൻകറത്തുൻ, അതും നിരാകരിക്കപ്പെട്ടതാണ്. അശദ്ദ ഇൻകാരിൻ, ഏറ്റവും ശക്തമായ നിഷേധം. മുസ്തമിലത്തുൻ അലാ മുൻകറാത്തിൻ, ഒരുപാട് മുൻകറാത്തുകൾ, ഒരുപാട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒത്തുചേരുന്നതാണ്. ഫതഅയ്യനു തർക്കുഹാ വലിഅറാദു അൻഹാ, അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം, അതിനെ അവഗണിക്കണം. വഇൻകാറുഹ അല ഫാഇലിഹ, അതേപോലെ അത് ചെയ്യുന്നവരെയും നിരാകരിക്കണം എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഇപ്പൊ പണ്ഡിതന്മാര് ഇത്ര കണിശമായി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, ബിദ്അത്താണെന്ന് പറയുമ്പോൾ, ആ ബിദ്അത്ത് നേരത്തെ നമ്മൾ ഖുതുബകളിലൂടെ പഠിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു ഉദ്ധരിച്ച ഹദീസ്, മാ ഹദസ ഖൗമൻ ബിദ്അത്തൻ, ഒരു ജനവിഭാഗവും ബിദ്അത്തുകൾ ഉണ്ടാക്കുകയില്ല, ഇല്ലാ റുഫിഅ മിസ്ലുഹ മിനസ് സുന്ന, അപ്പം എന്ത് ചെയ്യും, സുന്നത്തുകളൊക്കെ പോകും. ഫതമസ്സുക് ബിസുന്നത്തിൻ ഖൈറുൻ മിൻ ഇഹ്ദാസി ബിദ്അ, നീ സുന്നത്തുകൾ മുറുകെ പിടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ 100 റക്അത്ത് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോയി കൂടുന്ന ആൾക്കാരും അവിടെ രാത്രി ഹയാത്താക്കണവരും ഒക്കെ, അല്ലെങ്കിൽ രാത്രി പ്രത്യേക ജനാസ പിന്നെ സന്ദർശനം, വാപ്പാന്റെ ഇമ്മാന്റെ ഖബർ സന്ദർശനമൊക്കെ ഉണ്ടാകും. അവിടെയൊക്കെ എന്ത് ചെയ്യും,
ബാപ്പാന്റെയും ഉമ്മാന്റെയും കബറിങ്ങ പോണ പരിപാടിയൊന്നും അവർക്ക് ഉണ്ടാവില്ല. വെള്ളിയാഴ്ച നോക്കിക്കും, വെള്ളിയാഴ്ചക്ക് വല്ല മൊത്തം ഉണ്ടോ? അതൊന്നും അവിടെ ഉണ്ടാവില്ല. മാത്രമല്ല റജബ് രാവിലെ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് പ്രവാചകൻ യാത്രയിൽ പോലും ഉപേക്ഷിച്ചിട്ടില്ല. ജമ്മും കസറും ആക്കി നിസ്കരിക്കുമ്പോ അതിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിക്കൂല. അതാണ് ഇസ്ലാമിന്റെ രീതി. പക്ഷെ പ്രവാചകൻ യാത്രയിൽ പോലും സുന്നത്ത് 2 റക്അത്ത് ഒഴിവാക്കിയിട്ടില്ല. എന്തെല്ലാം കാര്യം ചെയ്യാണ്ട്, കുടുംബത്തിലും ബന്ധത്തിലൊക്കെ എത്ര ആളുകളെ കാര്യത്തിൽ ഇടപെടാണ്ട്, അവിടെ ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തിക്ക് നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിലെ വെള്ളം നിരാകരിക്കപ്പെടുമെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. അവരുടെ തൗബ അള്ളാഹു തടയപ്പെടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ തൗബ അള്ളാഹു തടയും. ഇഹ്തജറ തൗബ, അയാളുടെ തൗബ അള്ളാഹു തടയും എന്നാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത് ഈ സന്ദർഭം അത് ആവശ്യപ്പെടുന്നു എന്നതുകൊണ്ടാണ്. വിഷയത്തെ ശരിയായി പഠിക്കുക. ഈ പറഞ്ഞ ഇബാറത്തുകളൊക്കെ ആർക്കും പരിശോധിക്കാൻ കിട്ടുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ പഠിക്കാൻ സന്നദ്ധരായ ആളുകൾക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അദില്ല ശിർക വൽ മുശ്രിക്കീൻ, اللهم انصر المجاهدين في كل مكان. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.